എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കോവയ്ക്ക കൊണ്ട് തയ്യാറാക്കിയെടുത്ത കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുവരെയും ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കറി തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് കോവയ്ക്ക എടുക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ നീളത്തിലാണ് കോവയ്ക്ക കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ ഇതുപോലെ പഴുത്ത കോവയ്ക്ക് കിട്ടുവെച്ചാൽ അത് കളയാറാണ് പതിവ്. മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ സാധാരണ നമ്മളിത് എടുക്കാറില്ല. ഇനി ഇതുപോലുള്ള കോവയ്ക്ക ഉണ്ടെങ്കിൽ കളയണ്ട, നമ്മൾക്കിതാ ഇങ്ങനൊരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തീരെ ഖനം കുറഞ്ഞ് കട്ട് ചെയ്യേണ്ട, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കോവയ്ക്കയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട, അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. 4 or 5 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കോവയ്ക്കയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. കോവയ്ക്ക ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കറി തയ്യാറാക്കി എടുക്കുമ്പം ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു കോവയ്ക്ക ഒന്ന് വെന്ത് കിട്ടണം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ആവി വെള്ളത്തിൽ നമ്മൾക്കത് ഫ്രൈ ആയി കിട്ടിക്കോളും. ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഈ സമയത്ത് സ്റ്റൗ ഓൺ ചെയ്തിട്ടൊരു പാൻ വെച്ചിട്ട് 1.25 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ അരി ഉണ്ടല്ലോ, ഏത് അരിയാണെങ്കിലും എടുക്കാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഫ്രൈ ആയി കിട്ടിക്കോളും. ഈ ഒരു പാകത്തിനായിരിക്കണം എടുക്കേണ്ടത്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ആറിയതിന് ശേഷം ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്കയൊക്കെ കണ്ടില്ലേ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വെളിച്ചെണ്ണയിൽ ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർക്കുമ്പം ഒരുപാട് പുളിയുള്ളത് എടുക്കരുത്. കാരണം കോവയ്ക്ക് നമ്മൾ പഴുത്തതാണ് എടുത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കാതിരിക്കുക. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. 3/4 ടേബിൾ സ്പൂൺ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നവരെ ചെയ്തെടുക്കുക. തീ നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടാവും, ഒരു 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ തക്കാളിയിലും പുളിയുണ്ട്, കോവയ്ക്കും പുളിയുണ്ട്, അതുകൊണ്ട് അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അതായത് അരിയും അതുപോലെ തന്നെ തുവരപ്പരിപ്പും കൂടി, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടിച്ച പൊടിയെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണിലും കുറച്ച് താഴെ അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് തീ കുറച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതവിടെ ചെറിയ തീയിലിരുന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരണം. നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ആ പുളിരസമൊക്കെ ഒന്ന് കോവയ്ക്കയിലേക്ക് പിടിക്കണം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് നാളികേരം മതി കേട്ടോ. ഈ കറിയിലേക്ക് ഒരുപാട് നാളികേരം ഒന്നും വേണ്ട. ഇതിനകത്തേക്ക് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല, നാളികേരം മാത്രമാണ് അരച്ചെടുക്കുന്നത്. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പുളിയൊക്കെ കോവയ്ക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം എത്രയാണ് നമ്മൾക്ക് വെള്ളം വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അരച്ച മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കോവയ്ക്കയിലേക്ക്. എന്നാലും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റെങ്കിലും നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 6 മിനിറ്റ് നല്ല പോലെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇനി കോവയ്ക്ക കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കേണ്ട കേട്ടോ. ഇതുപോലുള്ള വ്യത്യസ്ത രീതിയിലുള്ള കറികളൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. ഞാൻ ഒന്ന് മൺചട്ടി മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോവയ്ക്ക പുളിങ്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്